കറക്റ്റ് സ്റ്റാർട്ടിംഗ് മോഡൽ പെട്രോൾ ബേസ് മോഡൽ നമുക്ക് ഏകദേശം 11 lakhs ഷോറൂം പ്രൈസ് 1480 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഓൺ റോഡ് വെഹിക്കിൾ ഇറക്കാൻ പറ്റും. പ്ലസ് ഇതിൽ നിന്ന് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വണ്ടി 795 കൊടുക്കും. അതുകൂടാതെ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് 30,000 rupees എക്സ്ചേഞ്ച് ബോണസ്. ഏകദേശം ഒരു 10-55-58 ഓൺ റോഡ് വെഹിക്കിൾസ് നമുക്ക് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് 25. ഹലോ ഗൈസ്, മലയാളം മീഡിയയിലെ ഒരു ന്യൂ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ കാറുകൾ കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ പുതിയൊരു ഹുണ്ടായിന്റെ വാഹനം എടുക്കാൻ നോക്കുന്ന ഒരാൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഏകദേശം 1.5 ലക്ഷം രൂപയുടെ മാറ്റം വരുന്നുണ്ട് പുതിയത് എടുക്കുന്നതിലും ഈ ഒരു വാഹനം എടുക്കുന്നത്. എന്നാൽ പുതിയൊരു വാഹനം ഡെലിവറി എടുക്കുന്നത് പോലെ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ചെയ്യാം. നിങ്ങളായിരിക്കും ഫസ്റ്റ് ഓണർ കേട്ടോ. നല്ലൊരു പ്രൈസിന്റെ മാറ്റം ഉണ്ടാവും. അപ്പോൾ എന്തായാലും പുതിയൊരു വാഹനം നോക്കുന്നവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ പോകുന്നത് സെയിൽസ് മാനേജർ ആയിട്ടുള്ള മിസ്റ്റർ എൽദോസ് ബ്രോ ആണ്. നമസ്കാരം, മലയാളം വീഡിയോയിലേക്ക് സ്വാഗതം. സെറ്റ് അല്ലേ? നല്ല മഴയാണല്ലേ? അതെ, തീർച്ചയായിട്ടും ഈ മഴയത്തും ചൂടൻ ഓഫർ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഇതൊരു പുതിയ വാഹനങ്ങളാണ് ഈ കിടക്കുന്നതൊക്കെ. അപ്പൊ ഈ ഒരു വാഹനം പുതിയത് എടുക്കുന്നതിലും 1.5 ലക്ഷം രൂപ കുറച്ച് കൊടുക്കുന്നുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? തീർച്ചയായിട്ടും നമ്മളിവിടെ നടക്കുന്ന ഒരു മെഗാ മൺസൂൺ ഓഫർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 2024 മോഡൽസിന്റെ ലിമിറ്റഡ് സ്റ്റോക്ക്, അതായത് വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ. നമുക്ക് വിരലിലെണ്ണാവുന്ന വെഹിക്കിൾസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൽ കുറച്ച് വേരിയൻസ് ഈ കിടക്കുന്ന വെഹിക്കിൾസിനെല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ അടിപൊളി ഓഫർ ആയിട്ടാണ് നമ്മൾ എക്സ്ചേഞ്ച് ഓഫർ അടക്കം കൊടുക്കുന്നത്. എക്സ്ചേഞ്ച് ഓഫർ അടക്കം നമുക്ക് 1 ലക്ഷം രൂപ മേളിൽ വരും. നമുക്ക് ഏകദേശം പല വേരിയൻസിലും 1.40 1,40,000 വരെ നമുക്ക് കുറച്ച് കൊടുക്കാം. തീർച്ചയായിട്ടും. അപ്പൊ ഇത് പുതിയൊരു വാഹനം ഉണ്ടായിട്ട് നോക്കുന്നവർക്ക് ഇത് നല്ലൊരു അവസരമാണ്. ലിമിറ്റഡ് ഓഫർ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നമ്മൾ ഷോറൂമിൽ പോകുന്നോളി നമ്മൾ പ്രോപ്പർ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ പോപ്പുലർ ഹ്യുണ്ടായുടെ ഷോറൂമാണ്, മൂവാറ്റുപുഴയാണ് ശരിക്കും ലൊക്കേഷൻ വരുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഡീറ്റെയിൽസ് അറിയുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒട്ടും തന്നെ സംസാരിച്ച് ലാഗ് അടിപ്പിക്കാതെ ഓരോ വാഹനങ്ങളുടെ ഓരോ ഡീറ്റെയിൽസ് നമുക്ക് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് എപ്പോഴും എവർഗ്രീൻ ഹിറ്റ് വാഹനമായിട്ടുള്ള നമുക്ക് വർണ്ണ പരിചയപ്പെടാം അല്ലെ. ഇത് സെഡാനിലെ അത്യാവശ്യം നല്ല പ്രീമിയം വാഹനമാണ്. മാത്രമല്ല നല്ല യാത്രാ കംഫർട്ട്, ഡ്രൈവിംഗ് കംഫർട്ട്, പവർ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ വരുന്നത്? ഇത് നമ്മുടെ വെർണയുടെ 1.5 ലിറ്റർ SX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. നമുക്ക് ആകെ പെട്രോൾ ആണ്. നമുക്ക് വെർണ പെട്രോൾ മാത്രമേ ഉള്ളൂ, ഡീസൽ അവൈലബിൾ അല്ല. അതിനകത്ത് നമുക്ക് വരുന്നതിനകത്ത് ആകെ രണ്ട് വെഹിക്കിൾസ് മാത്രമേ നമുക്ക് വെർണയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഒരു ബ്ലാക്കും ഒരു വൈറ്റും ആണ് നമുക്ക് കിട്ടുന്നത്. രണ്ട് മാത്രമേ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഈ പറയുന്ന വെർണയ്ക്ക് ഇപ്പോൾ നമുക്ക് 1 lakh പ്ലസ് നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് 30,000 രൂപ നമുക്ക് 130 വരെ നമുക്ക് ഡിസ്കൗണ്ട് ഈ വണ്ടിക്ക് എടുക്കാൻ പറ്റും. 1,30,000 രൂപ വരെ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഈ വാഹനം പുതിയ വാഹനമാണ്, 0 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്, സിംഗിൾ ഓണർ. അതായത് ഈ പറയുന്ന എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടെ നമുക്ക് ചെയ്യാൻ പറ്റും. സൺറൂഫ് വരുന്നുണ്ട്, ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, അതുപോലെ തന്നെ കണക്ടിങ് LED, ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു വാഹനം ഓൺ റോഡ് പ്രൈസ് എത്രയായിരിക്കും? ഇതിപ്പോ ശരിക്കും നമുക്ക് ഏകദേശം 16 lakhs അടുത്ത് വരുന്ന വെഹിക്കിൾ ആണ്. നമുക്ക് ഏകദേശം 1480 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഓൺ റോഡ് വെഹിക്കിൾ ഇറക്കാൻ പറ്റും. പ്ലസ് ഇതിൽ നിന്ന് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ബോണസും കുറയും. എക്സ്ചേഞ്ച് അവൈലബിൾ ആണ്. നിങ്ങൾ ഏത് വെഹിക്കിൾ ആയിക്കോട്ടെ നമുക്ക് എക്സ്ചേഞ്ച് എടുക്കും. എക്സ്ചേഞ്ച് ചെയ്യാം. നമുക്ക് ഏത് മോഡൽ എന്നില്ല, ഏത് മാനുഫാക്ചർ എന്നില്ല, ഏത് വെഹിക്കിളുകളും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും മാന്യമായ ഒരു പ്രൈസിൽ. മാത്രമല്ല നമുക്ക് ഈ വാഹനത്തിൽ ലോൺ ഏകദേശം നമുക്ക് അതിൽ ഈ പറയുന്ന വെഹിക്കിൾസിന് നമുക്ക് മാക്സിമം ഫണ്ടിങ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഡിപ്പെൻസ് ഈ പറഞ്ഞ സിബിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് വരുന്നത്. നമുക്ക് 90-95% വരെ കൊടുക്കാൻ പറ്റും. നമുക്ക് നല്ലൊരു ബെനിഫിറ്റും. അതുപോലെ പെർ ലാക്ക് EMI നമുക്ക് 1650 വരുന്നുള്ളൂ. പെർ ലാക്കിന് 1650 രൂപ നമുക്ക് പെർ ലാക്ക് EMI വരുള്ളൂ. എത്ര വർഷത്തേക്ക്? 5 വർഷം, 7 വർഷം വരെ ലോൺ കിട്ടും. നല്ലൊരു ബെനിഫിറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഹുണ്ടായിന്റെ വെന്യൂ പരിചയപ്പെടാം. ഇത് ഇറങ്ങിയ മുതൽ ഇപ്പൊ വരെയും ആൾക്കാർക്ക് നല്ല സെയിൽസ് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു വാഹനമാണ്. പിന്നെ അടുത്ത ഓപ്ഷൻ നമ്മുടെ ഒരു വെന്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോമ്പാക്ട് SUV ആണ് വരുന്നത്. ആ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വെഹിക്കിൾസ് ഇറങ്ങിയത് തന്നെ നമുക്ക് പറയാം. ഇത് നമുക്ക് പെട്രോളും ഡീസൽ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് 24 കിടക്കുന്നത് നമുക്ക് പെട്രോളിൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. എല്ലാ കളറും ഉണ്ടോ? ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു 6-7 വെഹിക്കിൾസ് മാത്രമേ നമുക്ക് കറന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ അതിൽ ബ്ലാക്ക് വൈറ്റ് അങ്ങനെ വരുന്ന അല്ല, ഇതൊരു S ഓപ്ഷൻ എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നൊരു വേരിയന്റ് ആണ്. ഈ പറയുന്ന വെഹിക്കിൾ നമുക്ക് ഏകദേശം 1 lakhന്റെ അടുത്ത് ഡിസ്കൗണ്ട് കൊടുക്കാം. പ്ലസ് നമുക്ക് ഈ പറഞ്ഞ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്കൊരു
40,000 വരെ എക്സ്ചേഞ്ച് ബോണസ് കൊടുക്കാം. 1,40,000 രൂപ വരെ നമുക്ക് ഈ ഒരു വാഹനം എടുക്കുന്നതുകൊണ്ട് കുറച്ച് കിട്ടും. അതായത് 11 ലക്ഷം രൂപ താഴെ 10 സംതിങ്ങിലൊക്കെ ഈ വെഹിക്കിൾ പുതിയ വാഹനം കിട്ടും. ഓക്കെ, SUV മെയിൻ്റെനൻസ് കോസ്റ്റ് പറഞ്ഞാൽ ഒരു ആവറേജ് മെയിൻ്റെനൻസ് കോസ്റ്റ് വരുന്ന ഓരോ വർഷം 10,000 സർവീസ് വരുന്നുള്ളൂ. ആവറേജ് സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓയിലിന് ഫിൽറ്ററിന്റെയും ചാർജസ് കാര്യങ്ങൾ വരുന്നുള്ളൂ. പീരിയോഡിക് സർവീസ് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 7 വർഷം വരെ വേണമെങ്കിൽ വാറണ്ടി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കമ്പനി 3 ഇയർ നമുക്ക് വാറണ്ടി വരുന്നുണ്ട്. അഡീഷണൽ വേണമെങ്കിൽ നമുക്ക് 7 ഇയർ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഈ വാഹനത്തിന് നമുക്ക് മാക്സിമം ലോൺ കിട്ടുമോ? മാക്സിമം നോക്കി പറഞ്ഞാൽ 90%ഓളം 90-95% നല്ല സിബിൽ സ്കോറും ട്രാക്കുള്ളവർക്കാണെങ്കിൽ മാക്സിമം ലോൺ കിട്ടുന്ന ഒരു വെഹിക്കിൾ. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് ഈ ഇടായിട്ട് ഇറങ്ങിയ ഒരു എക്സ്റ്റർ സെക്കൻഡ് ഷോറൂമുകളിൽ കണ്ടുവരാത്തൊരു വാഹനം, ഒരുപാട് എൻക്വയറി വരുന്ന വാഹനമാണ്. സെക്കൻഡ് ഹാൻഡ് എക്സ്റ്റർ ഉണ്ടോന്ന് ഞങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട്, പക്ഷേ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്ന വിലക്ക് നമുക്ക് ഫ്രഷ് ഇറക്കാം. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു കുഞ്ഞൻ SUV ആണ് വരുന്നത്. ഒരു മൈക്രോ SUV എന്ന് നമുക്ക് പറയാം. മൈക്രോ SUV സെഗ്മെന്റിൽ വരുന്ന വെഹിക്കിളാണ്. ഇതിന് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വളരെ കുറച്ച് വെഹിക്കിൾസ് ഉള്ളൂ. ഒരു 4-5 വെഹിക്കിൾസ് മാത്രമേ നമുക്ക് ഓട്ടോമാറ്റിക് 1-2 വെഹിക്കിൾസ് മാത്രമേ നമുക്ക് ഡാഷ് ക്യാമറ ഇൻബിൽഡ് ആയിട്ട് കമ്പനി. അതെ, ഡാഷ് ക്യാമറ, സൺറൂഫ്, അതുപോലെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതിനും നമുക്ക് ഏകദേശം ടോട്ടൽ ബെനിഫിറ്റ് ഏകദേശം ഈ പറയുന്ന 1 lakhന്റെ അടുത്ത് നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്, ഇൻക്ലൂഡിംഗ് എക്സ്ചേഞ്ച് ബോണസ്. ഇത് ഈ ഒരു സെയിം വാഹനം ഓൺ റോഡ് ഇറങ്ങുമ്പോൾ എത്ര വില വരും? ഓൺ റോഡ് ഇതിന്റെ ഇപ്പൊ ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ടോപ്പ് ആൻഡ് വേരിയന്റ് 11 ലക്ഷം രൂപ താഴെ, അതായത് 11,40 വരുന്ന വെഹിക്കിൾ നമുക്ക് ഏകദേശം ഒരു 10-55-58 ഓൺ റോഡ് വെഹിക്കിൾസ് 1 ലക്ഷം രൂപയുടെ ഏകദേശം മാറ്റമുണ്ടല്ലേ? അതെ, ഇതേ പ്ലസ് നമുക്ക് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് 25 കിട്ടും. ഇതിനകത്ത് സൺറൂഫ്, ഈ പറയുന്ന ഡാഷ് ക്യാമറ, റിവേഴ്സ് ക്യാമറ കൊടുക്കുന്ന ക്യാഷുള്ള വണ്ടി. കാരണം ഫീച്ചേഴ്സിന് ഉണ്ടായി നമുക്കൊരു കോംപ്രമൈസും പറയാനില്ല. എല്ലാ രീതിയിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് കൊടുക്കുന്നുണ്ട്. ഈ വാഹനത്തിന് ഇത്രയും പ്രൈസിന് മാറ്റം വരുന്നുണ്ട്. ലോൺ എത്ര നമുക്ക് പ്രതീക്ഷിക്കാം? ഇതിന് നമുക്ക് ഏകദേശം 90% മാക്സിമം ഫണ്ട് ചെയ്യാൻ പറ്റും. 95% വരെ നമുക്ക് മാക്സിമം ലോൺ കിട്ടുന്ന ഒരു വാഹനം നമുക്കൊരു 1 ലക്ഷം രൂപ ഇറക്കാൻ പറ്റുമോ? എക്സ്ട്രാ നമുക്ക് 1 ലക്ഷം രൂപ താഴെ നമുക്ക് ഓൺ റോഡ് വെഹിക്കിൾ ഇറക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഇതിനകത്ത് നമ്മൾ ആരും നോക്കാത്ത, യൂസ്ഡ് കാർ നോക്കുന്നവർ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ വെഹിക്കിൾസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് യൂസ്ഡ് കാറിന് റേറ്റ് കൂടുതലാണ്. നോർമൽ ന്യൂ കാറിനൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. അതിന് ഏകദേശം 13-14 മേളിൽ വരും. നമുക്ക് ന്യൂ കാർ വരുമ്പോൾ 9% താഴെ വരുന്നുള്ളൂ. 8.75 9% ആവറേജ് വരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു വാഹനം എടുക്കുന്നതിൽ ഇതൊരു സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നതിൽ എന്താണ് അടച്ചു തീരുമ്പോൾ ഏകദേശം രണ്ടും സെയിം തന്നെയായിരിക്കും വരുന്നത്. നമ്മള് യൂസ്ഡ് കാറിലേക്ക് വരുമ്പോൾ യൂസ് കാർ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ന്യൂ കാർ ബെനിഫിറ്റ് ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളൂ. അപ്പൊ നമ്മളെ ഫോളോവേഴ്സ് എത്രയും പെട്ടെന്ന് താഴേക്കാണ് നമ്പറിൽ വിളിച്ചിട്ട് നേരെ നമ്മൾ ഷോറൂമിലേക്ക് പോകുന്നോളൂ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഹുണ്ടായിന്റെ ഒരു കുഞ്ഞൻ വണ്ടി, ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് നമ്മുടെ ഗ്രാൻഡ് നിയോസ് ആണ്. ഗ്രാൻഡ് ആകെ ഒരു 9 വേരിയന്റിനോടെ നമുക്ക് ഇതിനകത്ത് 9 വെഹിക്കിൾസ് മാത്രമേ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. ഇത് നമുക്ക് ഈ പറയുന്ന ഫുൾ ലോഡഡ് ഫീച്ചേഴ്സ്, അതായത് ഈ വരുന്ന വെഹിക്കിളിൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ടോപ്പ് സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയന്റ്. അതിനകത്ത് ഈ പറയുന്ന ടച്ച് സ്ക്രീന്, റിവേഴ്സ് ക്യാമറ, ക്ലൈമറ്റ് കൺട്രോൾ, ഓട്ടോമാറ്റിക് AC, ഈ പറയുന്ന സ്റ്റൈലിഷ് സ്റ്റീരിയോ, പ്രൊജക്ടർ ഹെഡ് ലാംപ്സും മിറർ ഇൻഡിക്കേറ്ററിൽ വരും. റൂഫ് റെയിൽ ഷാർഫിൻ ആന്റിന വരും നമുക്ക് ഇതിനകത്ത്. അതുകൂടാതെ നമുക്ക് ക്രൂസ് കൺട്രോൾ ഉൾപ്പെടെ ഇതിനകത്ത് കിട്ടും. ക്രൂസ് കൺട്രോൾ, റൈസർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ. വണ്ടി കുഞ്ഞനാണ് പറഞ്ഞിട്ട് കാര്യമില്ല, ഫുൾ ലോഡഡ് ആണ്. അതേപോലെ 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 1.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. നമ്മൾ മ്യൂസിക് സിസ്റ്റം കൺട്രോൾ, സ്റ്റിയറിംഗ് വീലിൽ വരുന്നത്. മൈലേജ് ഒക്കെ എത്ര കിട്ടും? ആവറേജ് നമുക്ക് ഒരു 20.36 ആണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. നമുക്ക് ഏകദേശം നമുക്കൊരു 19 ആവറേജ്, നമുക്ക് 18+ നമുക്ക് എന്തായാലും നല്ല ഡ്രൈവ് ആണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു വാഹനത്തിന് ഏകദേശം എത്ര രൂപയാണ്? ഈ വെഹിക്കിൾസിന് നമുക്ക് ഈ വെഹിക്കിൾസ് ഏകദേശം നമുക്ക് 9 സംതിങ്ങിന് മേളിൽ വരുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് 7,95,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വണ്ടി 95 കൊടുക്കാം. അതുകൂടാതെ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് 30,000 രൂപീസ് എക്സ്ചേഞ്ച് ബോണസ് കിട്ടും അഡീഷണൽ ആയിട്ട്. അപ്പൊ ഇത് നല്ലൊരു ഓഫറാണ്. അപ്പൊ ഇങ്ങനത്തെ ഏതെങ്കിലും യൂസ്ഡ് വാഹനം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് എടുക്കാൻ ഞാൻ പറയുള്ളൂ. കാരണം ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, മെയിൻ്റെനൻസ് കുറഞ്ഞൊരു വാഹനം നോക്കുന്നവർക്ക് ഇത് നല്ലൊരു ബെനിഫിറ്റ് ആണ്. മാത്രമല്ല ഏകദേശം 1 ലക്ഷം രൂപയുടെ മാറ്റം വരുന്നുണ്ട്. നമുക്ക് ഈ വാഹനങ്ങൾ എടുക്കുന്നതുകൊണ്ട് വേറൊരു അഡ്വാൻറ്റേജ്, ഇപ്പൊ നമ്മൾ യൂസ്ഡ് കാർ എടുക്കുന്ന ആൾക്കാണെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ കിട്ടുന്നത് മോഡൽ സീറ്റ് ആണ് ലോൺ കിട്ടുന്നത്. അത് മാക്സിമം പോയ 5 years വരെയൊക്കെയാണ് ലോൺ കിട്ടാനും ബുദ്ധിമുട്ടാണ്, കിട്ടാൻ തന്നെ റേറ്റും കൂടുതലാണ്. പക്ഷെ നമ്മൾ ഈ വാഹനം എടുക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് 7 വർഷം വരെ നമുക്ക് ഫിനാൻസ് കിട്ടും. ഇൻട്രസ്റ്റ് റേറ്റ് കുറവില്ല. ആ വണ്ടി എടുത്ത് അടയ്ക്കുന്ന സെയിം EMI ചിലപ്പോൾ ഈ വെഹിക്കിൾ എടുക്കുമ്പോൾ വരുള്ളൂ. നമുക്ക് EMI എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഇതിനൊക്കെ നമുക്ക് ഏറ്റവും കുറവില്ല 50,000 രൂപ തൊട്ട് നമുക്ക്
ഡൗൺ പേയ്മെന്റിൽ നമുക്ക് 50,000 ചെയ്യാനുള്ള സുഖമായിട്ട് option ഇറക്കാം അല്ലേ? ഉണ്ട്. തീർച്ചയായിട്ടും ഇറക്കാൻ ഇതൊന്നും ആരും പറ്റും. ഒരു ചിന്തിക്കാത്തൊരു ഫാമിലി വിഷയമാണ്. കാറാണ്, തീർച്ചയായിട്ടും. ഒരു സെക്കൻഡ് വണ്ടി നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും നോക്കാൻ പറ്റിയ വെഹിക്കിളാണ് നിയോസ്. വളരെ ചുരുങ്ങിയ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും. നമുക്ക് വരുന്നത്. ഇത്രയും ഫുൾ ലോഡഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്ന വേറെ വാഹനം തന്നെ ഇല്ല. ഒരുപാട് പേര് ചിന്തിക്കണ്ടാവും അവിടെ ഒരു ക്രെറ്റ ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് എന്താ പറയാത്തത്, ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, അത് ഇയർ ബാക്ക് വാഹനമല്ല, പുതിയ വണ്ടിയാണ്. പക്ഷെ അതിൽ കുറച്ച് പ്രത്യേകതകൾ വന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. വരി. അപ്പൊ ഈ ഒരു ക്രെറ്റ ഇറങ്ങിയ മുതൽ ഇന്നേ വരെ ഒരുപാട് പേര് ഒരു ഡ്രീം കാറായി മാറിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഇപ്പോ എന്തൊരു സ്പെഷ്യാലിറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ക്രെറ്റ 2015 ഇറങ്ങിയ സമയം തൊട്ട് 2025 10 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ഇറങ്ങിയിരിക്കുന്ന SUV, ഒന്നുമില്ലാതെ ഈ 10 വർഷം എല്ലാ മാസവും നമ്പർ 1 ഓളിയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പെർഫെക്റ്റ് SUV എന്ന് പറയുന്ന വാഹനം തന്നെ ക്രെറ്റയാണ്. ക്രെറ്റ സ്റ്റാർട്ടിംഗ് മോഡൽ പെട്രോൾ ബേസ് മോഡൽ നമുക്ക് ഏകദേശം 11 lakhs ഷോറൂം പ്രൈസ് 11 സംതിങ് കൊണ്ടാണ് നമുക്ക് വരുന്നത്. ഇനി അതെ, അതുകൂടാതെ നമുക്ക് ഇതിനകത്ത് പറയാന്ന് വെച്ചാൽ നേരത്തെ നമുക്ക് പണ്ട് മീൻസ് നേരത്തെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പനോറമിക് സൺറൂഫ്, അന്ന് പനോറമിക് ഇല്ല, സൺറൂഫ് ഉള്ള ഒരു വെഹിക്കിൾ എടുക്കണമെങ്കിൽ ഏകദേശം ഒരു 90 to 20 lakhs വരെ നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഇപ്പൊ നമുക്ക് ക്രെറ്റയിൽ നമുക്ക് ഒരു EX ഓപ്ഷൻ എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് വന്നിട്ടുണ്ട്. പുതിയ വേരിയന്റ് നമ്മൾ Hyundai വന്നിട്ടുണ്ട്. ഇത് പനോറമിക് സൺറൂഫ് ഉള്ള ഒരു വേരിയന്റ്. ആ വേരിയന്റ് നമുക്ക് ഏകദേശം ഷോറൂം പ്രൈസ് വരുന്നത് 13 സംതിങ്ങിന് നമുക്ക് അതിനകത്ത് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. നമുക്ക് 12.96 ഷോറൂം വില EX ഓപ്ഷൻ വരുന്നുള്ളൂ. അതിന്റെ ഓട്ടോമാറ്റിക് IVT ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. അത് ഏകദേശം 14-30 റേഞ്ചിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ ഒരു ബൾക്കി ലുക്ക് ആയിക്കോട്ടെ. ഇപ്പൊ ഡീസൽ ആണെങ്കിൽ തന്നെ നമുക്ക് മൈലേജ് അത്യാവശ്യം ഡീസലും പെട്രോളും നമുക്ക് അവൈലബിൾ ആണ്. പെർഫോമൻസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ക്രെറ്റയ്ക്ക് മാക്സിമം ലോൺ കിട്ടൂല, നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. പ്രൂവൺ വെഹിക്കിൾ ആണ്. ഈ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിരിക്കുന്ന വെഹിക്കിളും നമ്മുടെ ക്രെറ്റ തന്നെയാണ്. തീർച്ചയായിട്ടും ഇപ്പോഴും നല്ല സെയിൽസിൽ മുൻപന്തിയിൽ വെക്കുന്ന ഒരു വാഹനം തന്നെ എന്ന് പറയാം. ഇതിന് ഓഫർ കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഓഫർ കാര്യങ്ങളൊന്നും തീർച്ചയായിട്ടും കിട്ടാൻ പോണില്ല അല്ലെ? പക്ഷെ എന്നാലും ഇങ്ങനത്തെ നല്ല നല്ല ബെനിഫിറ്റുകൾ നമ്മൾ ഉണ്ടായി കൊണ്ടുവരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഒന്നോട് പറയാനുള്ളത്, ഇനി 24 വെഹിക്കിൾസ് വേണ്ട, 25 മതിയെങ്കിൽ ആ വെഹിക്കിൾസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. 24 വേണ്ട നിർബന്ധമുള്ളവർക്ക് നമുക്ക് 25 മോഡൽസും വേണ്ടി നമ്മുടെ എല്ലാ രീതിയിലും 24 ഈ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. അതല്ലാത്ത വെഹിക്കിൾസ് 25 നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഇമ്മീഡിയറ്റ് ഡെലിവറി കൊടുക്കാം. ബഡ്ജറ്റ് നോക്കുന്നവർക്ക് ഒരു സെഗ്മെന്റ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് തീർച്ചയായിട്ടും നമുക്ക് വെഹിക്കിൾസ് 24 25 ആണെങ്കിലും നമുക്ക് എവിടെ വേണം ഡെലിവറി കൊടുക്കാം. ഓൾ കേരള എവിടെ വേണം നമുക്ക് ഡെലിവറി. നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ നോക്കി നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ബെനിഫിറ്റ് ആയിരിക്കും. കാരണം പുതിയ വാഹനങ്ങളാണ് സെക്കൻഡ് ഹാൻഡ് പ്രൈസിൽ കൊടുക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളൊരു ലൊക്കേഷൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തു. ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴ പോപ്പുലർ ഹ്യുണ്ടായുടെ ഷോറൂം ആണ് വരുന്നത്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഡീറ്റെയിൽസ് കാണാനൊക്കെ അറിയണമെങ്കിൽ നമ്മളെ നമ്പർ കാണാനൊക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൾ കേരള നമുക്ക് ഷോറൂം കാണാനൊക്കെ അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്ത് കൂടെ മറക്കരുത്. നമ്മുടെ മലയാള മീഡിയ പ്രേക്ഷകർ വരുമ്പോൾ മാക്സിമം നല്ല നല്ല ഓഫർ കൊടുത്ത് ട്രീറ്റ് ചെയ്ത് അവർ വിടണം. മാത്രമല്ല നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ടാവും. അപ്പൊ നമ്മൾ തൽക്കാലം ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്തൊരു കിടക്കാച്ച എപ്പിസോഡ് മാറ്റി കാണുന്നതുവരേക്കും ഗുഡ് ബൈ.